വെളുത്ത താളിൻ്റെ തൂമ്പ്, ഇളയ തൂമ്പാണ് എടുക്കുന്നത്. ഇതുപോലെ ചെറിയ തൂമ്പ് പൊട്ടിച്ചെടുക്കുക. അതിനുകൊണ്ടുള്ള കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. താളിൻ്റെ തൂമ്പ്, ഇളയ തൂമ്പ് നല്ല രസമാണിത് കറി വെച്ചാൽ. ഇല ഒന്ന് വിടർത്തി അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രാണികളോ അല്ലെങ്കിൽ എറുമ്പോ പുഴുവോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. അതിന് ശേഷം ചുരുട്ടിയിട്ട് വേണം കെട്ടാൻ. കയ്യിൽ വെച്ച് തിരച്ചിട്ട് കെട്ടണം. എങ്ങനെ കെട്ടിയാലും മതി, ഒരു കെട്ടിട്ടാലും മതി, ഇതുപോലെ പിരിച്ചിട്ട് കെട്ടിയാലും എങ്ങനെയായാലും കെട്ടിയാൽ മതി. ഇല വിടർന്നു പോകാതിരിക്കാനാണ് കെട്ടിയിട്ടുള്ളത്. ഇതുപോലെ എല്ലാ ഇലയും മൂർത്തി നോക്കിയിട്ട് ഇതുപോലെ കെട്ടണം. ഇനി കെട്ടിയതിന് ശേഷമാണ് കറി വെക്കുന്നത്. അപ്പോൾ ഓരോ ഇലയും ഏത് വിധത്തിൽ കെട്ടിയാലും മതി, ഇങ്ങനെ ഒരു കെട്ട് കെട്ടിയാലും മതി, പിരിച്ച് കെട്ടിയാലും എങ്ങനെയായാലും കെട്ടിയാൽ മതി. അങ്ങനെ ഓരോന്നും എടുത്തിട്ട് നോക്കിയിട്ട് വേണം കെട്ടാൻ. ഇല നോക്കിയിട്ട് വേണം കെട്ടാൻ. ചെറിയ ഇളയ ഇലയാണ് ഇതിന് എടുക്കുന്നത് കറി വെക്കാൻ. ഇനി കുറച്ച് വിരിഞ്ഞ ഇല ആയാലും കുഴപ്പമില്ല. ഇളയ ഇല കിട്ടാനുള്ളത് കൊണ്ട് അത് മാത്രമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിപ്പമുള്ള ഇല ഇതേപോലത്തെ വലിപ്പമുള്ളതാണെങ്കിൽ കീറിയിട്ട് കെട്ടിയാൽ മതി. നടു കീറിയിട്ട് തിരച്ചിട്ട് കെട്ടിയാൽ മതി. അങ്ങനെ ഇതെല്ലാം കൂടെ ഇതേപോലെ തിരച്ചിട്ട് കെട്ടി വെക്കുക. എല്ലാ ഇലയും തണ്ടും കൂടെ കെട്ടി വെക്കുക. മുഴുവൻ ഇലയും ഇതുപോലെ കെട്ടണം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഈ കറി. എല്ലാവരും വെച്ച് നോക്കണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ചെയ്യണേ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താനും മറക്കാതെ ചെയ്യണേ. അപ്പോൾ എല്ലാ ഇലയും ഇതുപോലെ കെട്ടി വെച്ച് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കണം. പൊതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടതാണ്. അത് പുതിർത്തിയതിന് ശേഷം ഈ ഇല എല്ലാം കെട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, കുറച്ച് മുളകും പൊടി ഇട്ട്, പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. കഞ്ഞിവെള്ളം ഒഴിച്ച് കുറച്ച് പുളി, വെള്ളത്തിലിട്ട പുളി കുറച്ച് പിഴിഞ്ഞിട്ട് ആ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഈ കെട്ടിയ ഇല ഇട്ടതിൻ്റെ അത്ര തന്നെ വെള്ളം ഒഴിക്കണം. അതിൻ്റെ മേലെ നിൽക്കണം. ഇല പൊന്തി നിൽക്കുകയാണ് ചെയ്യുക. ആ ഇലയ്ക്കുള്ളതിന് മേലെ വെള്ളം വെക്കണം. കൂടുതലാകണ്ട, ഇല ഉള്ളതിനേക്കാളും കൂടുതൽ വെള്ളം വെക്കണം. അങ്ങനെ കഞ്ഞിവെള്ളവും പുളിയൊക്കെ ഒഴിച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ടതിന് ശേഷം ഇതുപോലെ മെല്ലെ ഒന്ന് കയ്യിൽ വെച്ച് അമർത്തി കൊടുക്കുക. മൂടി വെച്ച് അടുപ്പ് കത്തിക്കുക. ഇനി കത്തിച്ച് ഈ വെള്ളം വറ്റുന്ന വരെ വേവണം, നല്ലോണം വേവണം. അതിൻ്റെ ഇടയിൽ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് നല്ല ജീരകം കുറച്ചെടുത്ത്, ഒരു 3 നെല്ലി ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, ചുവന്നുള്ളി. ഇപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട് കറി, നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇത് വെള്ളമൊക്കെ വറ്റി വരണം, അതുവരെ വേവിക്കണം. ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് വേവിക്കണം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഉപ്പ്
പാകമാണോ നോക്കണം. ചില കെട്ടൊക്കെ അഴിഞ്ഞു പോയിട്ടുണ്ട്, ചിലതൊക്കെ കെട്ട് പോലെ ഉണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് അതിന് ശേഷം നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇറക്കി വെക്കാം. അപ്പോൾ ഓരോ കെട്ടൊക്കെ അഴിയാതെ ഉണ്ട്. ഒന്ന് വറവ് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടൊന്ന് വറവ് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. വെള്ളം ഇനി മൺചട്ടിയിൽ കുറയും. ഇപ്പോൾ വെള്ളം പോലെ ഉണ്ട്, കുറച്ച് കുറയും ചൂടാറുമ്പോൾ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്.